സൂം ഡെസ്നി ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ മലയാളികളുടെ ചിരകാല സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ മുന്നോടിയായി 12/7/2024 വിഴിഞ്ഞം തുറമുഖത്ത് ട്രയൽ റൺ ആരംഭിക്കുന്നതിനെ പറ്റിയാണ്. അതോടൊപ്പം മറ്റൊരു നേട്ടവും കൂടി തിരുവനന്തപുരത്തേക്ക് വരികയാണ്. ഇന്ത്യൻ പ്രതിരോധ സേനകളുടെ പ്രവർത്തനം സംയോജിപ്പിക്കുന്നതിനായി രൂപീകരിക്കുന്ന 3 തിയേറ്റർ കമാൻഡുകളിൽ ഒന്നിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു നേട്ടമാണത്. ഈ 2 കാര്യങ്ങളും വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആദ്യം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ട്രയൽ റണ്ണിലേക്ക് വരാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. 12/7/2024 വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ട്രയൽ റൺ ആരംഭിക്കും. മുന്ദ്ര പോർട്ടിൽ നിന്നാണ് ആദ്യത്തെ മദർഷിപ്പ് വരുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മദർഷിപ്പുകളിൽ ഒന്നായിരിക്കും ഇവിടെ ട്രയൽ റണ്ണിന് വരുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ MSC ഐറിനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകളിൽ പ്രശസ്തം. ULCS അഥവാ ULCV ശ്രേണിയിൽപ്പെടുന്ന കപ്പലാണ് ഇത്. 399.9 മീറ്റർ നീളവും 61.5 മീറ്റർ വീതിയുമാണ് ഈ കപ്പലിന്. ഐറിന ക്ലാസ്സിൽപ്പെടുന്ന 4 കപ്പലുകൾ ഇപ്പോൾ തന്നെ MSC ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. 2 എണ്ണം അണ്ടർ കൺസ്ട്രക്ഷനുമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനിയാണ് MSC എന്ന് പറയുന്ന മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി. ഇത് ഒരു സ്വിസ് കമ്പനിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനിയാണ് മയേഴ്സ്ക് എന്ന ഡാനിഷ് കമ്പനി. ലോകത്തിലെ ഏറ്റവും വലിയ 30 കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനികളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ഓരോ രാജ്യങ്ങളുടെയും സ്ഥാനവും കമ്പനികളുടെ എണ്ണവും പിന്നെ ഇന്ത്യയുടെ സ്ഥാനം ആ ലിസ്റ്റിൽ എത്രാമത്തേതാണെന്നും നോക്കാം. ഷിപ്പിംഗ് മേഖലയിലെ ഇൻഫർമേഷൻ പ്ലാറ്റ്ഫോമായ ആൽഫ ലൈനറിൻ്റെ 2024 ഫെബ്രുവരിയിലെ റിപ്പോർട്ട് പ്രകാരം 801 കപ്പലുകളുള്ള MSC എന്ന സ്വിസ് കമ്പനിയാണ് ഒന്നാമൻ. 2ാമൻ ഡെൻമാർക്കിലെ മയേഴ്സ്കാണ്. 2022 വരെ മയേഴ്സ്കായിരുന്നു ഒന്നാമൻ. 2022 MSC മയേഴ്സ്കിനെ പിന്നിലാക്കി. 3ാമൻ CMA CGM എന്ന ഫ്രഞ്ച് കമ്പനിയാണ്. 4ാമൻ കോസ്കോ ഷിപ്പിംഗ് ലൈൻ എന്ന ചൈനീസ് കമ്പനിയാണ്. 5ാമൻ ഹപ്പാങ് ലോയിഡ് എന്ന ജർമ്മൻ കമ്പനിയാണ്. 6ാമൻ ജാപ്പനീസ് കമ്പനിയായ ഓഷ്യൻ നെറ്റ്വർക്ക് എക്സ്പ്രസ് ആണ്. ഇനി 7ാമതായി വരുന്നത് തൈവാനിലെ എവർഗ്രീൻ മറൈൻ കോർപ്പറേഷനാണ്. ഓർമ്മയുണ്ടോ? എവർഗിവൺ എന്ന ഒരു വമ്പൻ കണ്ടെയ്നർ ഷിപ്പ് സൂയസ് കനാലിൽ മൺതിട്ടയിൽ കുടുങ്ങുകയും കപ്പൽ ഗതാഗതം താറുമാറായതും. ആ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടുപോകുന്നു. ഇനി ഷിപ്പിംഗ് കമ്പനികൾ ഏതൊക്കെ രാജ്യങ്ങളിൽ എത്ര എണ്ണം വീതം ഉണ്ട് എന്ന് നോക്കാം. ചൈന തന്നെയാണ് ഏറ്റവും മുന്നിൽ, 5 കമ്പനികൾ. 2ാം സ്ഥാനത്ത് സിംഗപ്പൂരും തൈവാനും 4 വീതം. ഇതിൽ ചൈന തൈവാനെ കൈവശപ്പെടുത്തിയാൽ ആ സാഹചര്യം ഒന്ന് ഊഹിച്ചു നോക്കുക. 9 കമ്പനികളാവും ചൈനയിൽ. സൗത്ത് കൊറിയയും UAEയുമാണ് 3ാം സ്ഥാനത്ത്, 2 വീതം. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്നറിയാൻ ആകാംക്ഷയുണ്ടാകുമല്ലോ. ഈ ലിസ്റ്റിൽ ഇന്ത്യയുടെ സ്ഥാനം കേട്ട് ഞെട്ടരുത്. ഈ 30 രാജ്യങ്ങളുള്ള ലിസ്റ്റിൽ ഇന്ത്യ ഒരിടത്തുമില്ല. പക്ഷേ നിരാശപ്പെടരുത്.
കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനികളുടെ ലിസ്റ്റിൽ കയറുന്നതിനേക്കാൾ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളുടെ ലിസ്റ്റിൽ ഇന്ത്യയുടെ സ്ഥാനം 5-ാമതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ USA സ്ഥാനം എത്രാമത്തെയാണെന്ന് അറിയാമോ? 28-ാമത്തെ സ്ഥാനം. ഒരേ ഒരു കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനി. ഓർക്കുക, ഇന്നും USA തന്നെയാണ് ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി. ചൈനയേക്കാൾ 3 മടങ്ങ് വലിയ സാമ്പത്തിക ശക്തിയാണ്. അതുകൊണ്ട് നമ്മൾ നിരാശപ്പെടേണ്ട. നാളെ നമ്മളും ഈ ലിസ്റ്റിൽ കയറുക മാത്രമല്ല, മുൻനിരയിലേക്ക് വരികയും ചെയ്യും. ആ മുന്നേറ്റത്തിലേക്കുള്ള ഗേറ്റ് ആയി വിഴിഞ്ഞം തുറമുഖം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ബിഗ് അപ്ഡേറ്റിലേക്ക് പോകാം. ഇന്ത്യൻ പ്രതിരോധ സേനകളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും അതിലൂടെ അവശ്യഘട്ടങ്ങളിൽ വളരെ എഫക്റ്റീവ് ആയി പ്രവർത്തിക്കുന്നതിനും ഉദ്ദേശിച്ച് നിലവിൽ വരുന്ന 3 തിയേറ്റർ കമാൻഡുകളിൽ ഒന്ന് തിരുവനന്തപുരത്താണ് വരാൻ പോകുന്നത്. ജയ്പൂർ, ലക്നൗ, പിന്നെ തിരുവനന്തപുരം എന്നിവയാണ് ഈ 3 തിയേറ്റർ കമാൻഡുകളുടെ ആസ്ഥാനം. ജയ്പൂർ കമാൻഡ് പാകിസ്ഥാനിൽ നിന്നുള്ള ഭീഷണി നേരിടുന്നതിനും ലക്നൗ കമാൻഡ് ചൈനയിൽ നിന്നുള്ള ഭീഷണി നേരിടുന്നതിനുമാണ്. എന്നാൽ തിരുവനന്തപുരം ആസ്ഥാനമായി വരാൻ പോകുന്നത് മാരിടൈം തിയേറ്റർ കമാൻഡാണ്. ജയ്പൂർ കമാൻഡിൻ്റെ ചീഫ് ആർമിയിൽ നിന്നും ലക്നൗ കമാൻഡിൻ്റെ ചീഫ് എയർഫോഴ്സിൽ നിന്നുമാണ്. അതുപോലെ തിരുവനന്തപുരം മാരിടൈം കമാൻഡിൻ്റെ ചീഫ് നേവിയിൽ നിന്നുമായിരിക്കും. എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്തിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥാനം തന്നെയാണ് തിരുവനന്തപുരം തിരഞ്ഞെടുക്കപ്പെടാൻ കാരണം. സതേൺ എയർ കമാൻഡ് ദക്ഷിണേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും, ലക്ഷദ്വീപും ആൻഡമാൻ ദ്വീപും ഇന്ത്യൻ ഓഷനും എല്ലാം ഈ കമാൻഡിൻ്റെ കീഴിലാണ് വരുന്നത്. അതുപോലെ ആർമി ക്യാമ്പ്, കേരളത്തിലുള്ള പ്രധാന ആർമി ക്യാമ്പ് തിരുവനന്തപുരത്തെ പാങ്ങോടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 2 പ്രതിരോധ സേനകളുടെ സാന്നിധ്യം തിരുവനന്തപുരത്തുണ്ട്. പിന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഏറ്റവും താഴെ അറ്റത്ത് വരുന്ന വിഴിഞ്ഞം തുറമുഖവും ആ തുറമുഖത്തിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥാനവും രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയ്ക്ക് ഈ തുറമുഖം ഉണ്ടാക്കാൻ പോകുന്ന ഉണർവും ഇന്ത്യൻ നേവിയെ ഈ തുറമുഖത്തെ പ്രാധാന്യത്തോടെ കാണാൻ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നേവിയുടെ യൂണിറ്റ് വിഴിഞ്ഞത്ത് വരാൻ സാധ്യതയുണ്ട്. ഇനി ഈ തിയേറ്റർ കമാൻഡിൻ്റെ സെറ്റപ്പ് ഒന്ന് നോക്കാം. തിയേറ്റർ കമാൻഡിൻ്റെ ചീഫ് എന്ന് പറയുന്നത് ഒരു 4 സ്റ്റാർ റാങ്കുള്ള ഉദ്യോഗസ്ഥനായിരിക്കും. അതായത് തിയേറ്റർ കമാൻഡിൻ്റെ കീഴിൽ ഓരോ സർവീസുകളുടെയും പല കമാൻഡുകൾ കാണും. ഉദാഹരണം, സതേൺ ആർമി കമാൻഡ് പൂനെയിലാണ് അതിൻ്റെ ആസ്ഥാനം. അതുപോലെ സതേൺ നേവൽ കമാൻഡ് കൊച്ചിയിലാണ് അതിൻ്റെ ആസ്ഥാനം. സതേൺ എയർ കമാൻഡ് തിരുവനന്തപുരം. ഇതുപോലെ പല കമാൻഡുകൾ ഒരു തിയേറ്റർ കമാൻഡിൻ്റെ കീഴിൽ വരും. പക്ഷേ ഇവയുടെ ഓരോന്നിൻ്റെയും ചീഫ് എന്ന് പറയുന്നത് ഒരു 3 സ്റ്റാർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്. ഉദാഹരണം, സതേൺ എയർ കമാൻഡ് എയർ മാർഷൽ, സതേൺ നേവൽ കമാൻഡിൻ്റെ ചീഫ് വൈസ് അഡ്മിറൽ, സതേൺ ആർമി കമാൻഡിൻ്റെ ചീഫ് ലഫ്റ്റനൻറ്റ് ജനറൽ. ഇവരെല്ലാം 3 സ്റ്റാർ ഉദ്യോഗസ്ഥരാണ്. ഇവരെക്കാളും ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് തിയേറ്റർ കമാൻഡ് ചീഫ്. ഈ ദൃശ്യത്തിൽ കാണുന്ന കോസ്റ്റ് ഗാർഡിൻ്റെ 22-ാം നമ്പർ കപ്പൽ കണ്ടോ? കുറച്ചു കാലം മുമ്പ് കൊച്ചിക്കടുത്ത കടലിൽ ഒരു വമ്പൻ മയക്കുമരുന്ന് വേട്ട നടന്നിരുന്നു. ടൺ കണക്കിന് വരുന്ന മയക്കുമരുന്നും കപ്പലും കടലിൽ മുക്കിയതിന് ശേഷം ആ കള്ളക്കടത്തുകാർക്ക് രക്ഷപ്പെടേണ്ടി വന്നു. ആ ഓപ്പറേഷനിൽ പ്രധാന പങ്ക് വഹിച്ചത് ഈ 22-ാം നമ്പർ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലായിരുന്നു. അതായത് പ്രതിരോധ രംഗത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഓഫീസാണ് തിരുവനന്തപുരത്ത് വരുന്നത്. ഇതോടൊപ്പം തിരുവനന്തപുരത്തിൻ്റെ തന്ത്രപരമായ പ്രാധാന്യം 10 മടങ്ങ് വർദ്ധിക്കും. അതോടൊപ്പം ശത്രുക്കളുടെ കണ്ണിലെ കരടുമായി മാറും തിരുവനന്തപുരം. ഈ
കാണുന്ന ദൃശ്യങ്ങൾ കൊച്ചി മറൈൻ ഡ്രൈവിൽ നിന്നുള്ളതാണ്. വിഴിഞ്ഞത്ത് നേവിയുടെ ഷിപ്പ് വന്നിരുന്നു എന്ന് പറയപ്പെടുന്നു. പക്ഷേ അത് മുൻകൂട്ടി അറിയാനോ ഷൂട്ട് ചെയ്യാനോ പറ്റിയില്ല. അല്ലെങ്കിലും ഡിഫൻസ് ഫോഴ്സുകളുടെ മൂവ്മെൻറ്റ് സിവിലിയൻസായ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. ആ കാണുന്ന ഷിപ്പ് ഇന്ത്യൻ നേവിയുടെ INS ധ്രുവ് എന്ന സ്പൈ റിസർച്ച് വെസലാണ്. ന്യൂക്ലിയർ മിസൈലുകളെ ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഈ കപ്പലിലുണ്ട്. ഇത്തരത്തിലുള്ള കപ്പൽ ലോകത്ത് 4-5 രാജ്യങ്ങളുടെ കൈവശമേ ഉള്ളൂ. ഇന്ത്യയുടെ മെയിൻലാൻഡ് കോസ്റ്റൽ ഏരിയയുടെ നീളം 6100 കിലോമീറ്റർ വരും. അത് ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് എല്ലാം കൂടി ചേരുമ്പോൾ 7517 കിലോമീറ്റർ വരും. ഈ കോസ്റ്റൽ ഏരിയ മുഴുവൻ മാരിടൈം തിയേറ്റർ കമാൻഡിന് കീഴിൽ വരും. അതുപോലെ ഒന്നിൽ കൂടുതൽ ആർമി എയർഫോഴ്സ് കമാൻഡുകളും ഈ തിയേറ്ററിൻ്റെ കീഴിൽ വരും. നേവിയുടെ എല്ലാ കമാൻഡുകളും ഈ തിയേറ്റർ കമാൻഡിന് കീഴിലായിരിക്കും. കാരണം ഈ തിയേറ്റർ കമാൻഡിൻ്റെ പേര് തന്നെ മാരിടൈം തിയേറ്റർ കമാൻഡ് എന്നാണല്ലോ. തിയേറ്റർ കമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏകോപനം മാത്രമല്ല, ഓരോ സർവീസിൻ്റെയും, അതായത് ആർമി ആയാലും എയർഫോഴ്സ് ആയാലും നേവി ആയാലും അവരുടെ കോമൺ ആയിട്ടുള്ള റിസോഴ്സുകൾ, അവയുടെ മെയിൻ്റനൻസ്, വർക്ക്ഷോപ്പ് എന്നിവയെല്ലാം ഷെയർ ചെയ്യുക എന്നതുകൂടിയാണ്. അതായത് ചിലതരം ഹെലികോപ്റ്ററുകൾ, വിമാനങ്ങൾ, തോക്കുകൾ ഇവയുടെ ഒരേ മോഡലുകൾ ഈ ഫോഴ്സുകളുടെ കൈവശം കാണും. അവയുടെ മെയിൻ്റനൻസ്, അതിനുള്ള വർക്ക്ഷോപ്പ് എന്നിവ ഷെയർ ചെയ്യാൻ പറ്റും. ഏതായാലും വിഴിഞ്ഞം തുറമുഖം വന്നതോടെ തിരുവനന്തപുരത്തിൻ്റെയും കേരളത്തിൻ്റെയും നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെയും തലവര മാറുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും വീഡിയോകൾ ചെയ്യാനുള്ള പ്രോത്സാഹനം എന്ന നിലയിൽ എല്ലാ പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോകളെല്ലാം അവസാനം വരെയും കാണണം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സന്ദർശിക്കുകയും വേണം. ഇനി ഒരു യാത്രാ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതുവരേക്കും ഗുഡ് ബൈ.